സർ, കാർഗിലിൻ്റെ ആ യുദ്ധ സമയത്ത് സൈന്യം ചെയ്ത കാര്യങ്ങളെല്ലാം സാറ് സംസാരിച്ചു. അതിനൊപ്പം തന്നെ ഈ സർക്കാർ മേഖലയിൽ നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് ലൈൻ ഓഫ് കൺട്രോൾ, ഇൻ്റർനാഷണൽ ബോർഡർ ഒന്നും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ബാക്കി എന്തൊക്കെയായിരുന്നു സർക്കാർ തലത്തിലുള്ള ഒരു തീരുമാനങ്ങളും സൈന്യത്തിന് കൊടുത്ത നിർദ്ദേശങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാജിദ്, കാർഗിൽ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരും കൺഫ്യൂസ്ഡായി. എന്താണ് ആക്ച്വലി കാർഗിൽ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആർക്കും യാതൊരു വിധത്തിലുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ ടോട്ടൽ ഇൻ്റലിജൻസ് ഫെയിലിയർ. പക്ഷേ ഒരു മെയ് 27 ആകുമ്പോഴത്തേന് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ ലെവലിൽ, അന്ന് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ വാജ്പേയിജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അദ്ദേഹം എന്ത് പറഞ്ഞാലും വളരെ സൂക്ഷിച്ച് കേൾക്കും. പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വലിയ ഒരു ഇതായിരുന്നു. പിന്നെ നമ്മുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ ജോർജ് ഫെർണാണ്ടസ്, ടെറിഫിക് ഫെല്ലോ. അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ പലപ്പോഴും ഞങ്ങൾ സന്ദർശിക്കേണ്ടായി, 2-3 തവണ ഞങ്ങൾ സന്ദർശിക്കേണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ കാർഗിൽ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷൻ വളരെ വളരെ പോസിറ്റീവായിരുന്നു, എല്ലാ വിധത്തിലും പോസിറ്റീവായിരുന്നു. പിന്നീട് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ഡെഫിഷ്യൻസിയും ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അത് മാത്രമല്ല, ഞങ്ങൾക്കൊരിക്കലും പിന്നോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എക്യുപ്മെൻ്റ് ഇല്ലാതെയോ ആമിനേഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി എന്നുള്ള ആ വക ഇതിനൊന്നും പറ്റിയിട്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ആ ഇനീഷ്യൽ സെറ്റ് ബാക്ക് കഴിഞ്ഞതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എല്ലാ ലെവലിൽ നിന്നും, അതായത് നാഷണൽ ലെവലിൽ നിന്ന് നമ്മളുടെ ജനത, ആൾക്കാരുടെ ലെവലിൽ നിന്ന് എല്ലായിടത്തും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. നമുക്ക് അബ്സല്യൂട്ട്ലി നോ റീസൺ വാട്ട്സോവർ ടു ഫീൽ ദാറ്റ് ദ ഗവൺമെൻറ് ഡിഡ്ന്റ് ഡു ഇനഫ്. ഗവൺമെൻറ് നമ്മളെ വേണ്ടത്ര സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. നല്ല ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. അന്ന് ജനങ്ങളുടെ ഒരു പിന്തുണ, മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ, ഇതൊക്കെ എങ്ങനെയാണ്? നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, മാധ്യമങ്ങളുടെ ഒരു ലൈവ് ഷോ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ആ ഒരു സമയത്ത്? വാജിദ്, ആക്ച്വലി കാർഗിൽ വാർ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഫസ്റ്റ് ടെലിവൈസ്ഡ് വാറാണ്. കാർഗിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനതയിൽ, ആൾക്കാരിൽ നേരിട്ട് എത്തിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണത്താൽ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സൈഡിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനായിട്ട് മീഡിയക്കാരുടെ കൺട്രിബ്യൂഷൻ വളരെ മഹത്തായിട്ടുള്ള കൺട്രിബ്യൂഷനായിരുന്നു. മൈൻഡ് യു, അവർ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇവരും മീഡിയക്കാർ, ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ റെജിമെൻ്റുണ്ട്, യൂണിറ്റുണ്ട്, എല്ലാ വിധത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടുണ്ട്. ഇവർക്ക് ഈ വക യാതൊരു സപ്പോർട്ടും ഇല്ല. ഇവർ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഏതെങ്കിലും ഒരു ഓഫീസർ മെസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് നമ്മൾ അവരെ ക്ഷണിച്ചെങ്കിൽ മാത്രം ഭക്ഷണം കിട്ടുള്ളൂ, അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ, ഏറ്റവും വിപരീതമായിട്ടുള്ള സാഹചര്യത്തിലാണ് മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കൺട്രിബ്യൂഷനായിരുന്നു. ബർക്കാദത്തിൻ്റെ ഇറ്റ് വാസ് ജസ്റ്റ് വൺ ഓഫ്, അത് അറിഞ്ഞിട്ടല്ലല്ലോ, അവർക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ അതിനെ പറ്റിയിട്ട് പിന്നെ നമ്മുടെ GOCയോട് അപ്പോളജൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇഷ്യൂ ആയിട്ട് ഒരിക്കലും എടുത്തിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള കൺട്രിബ്യൂഷൻസ് ആയിരുന്നു മീഡിയയുടെ. അവർ എല്ലായിടത്തും എത്തിയിരുന്നു, അതാണ് അനന്തത്തെ. പിന്നെ അവരിൽ പലരും നമ്മുടെ അറ്റാക്കിന് നമ്മൾ പോകുമ്പോൾ, ട്രൂപ്സ് പോകുമ്പോൾ അവരുടെ കൂടെ പോകാനായിട്ട് വളണ്ടിയർ ആയതുള്ളായിരുന്നു അവരെല്ലാവരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ അന്ന് ഗൗരവ് സാവന്ത് എന്നോട് പറഞ്ഞു, സർ OP-യിലേക്ക് ഞാൻ വരുന്നുണ്ടെന്ന്. ആങ്കർ OP-യിൽ ഇങ്ങനെ പോകുന്ന വിവരം ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു.
അപ്പോൾ എന്നോട് സാർ ഞാനും വരട്ടെന്ന്. ഞാൻ പറഞ്ഞു കുട്ടി നീ വന്നാൽ ശരിയാവില്ല, അവിടെ നിനക്ക് നിനക്ക് അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും വിപരീതമായിട്ടുള്ള പരിസ്ഥിതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കൺട്രിബ്യൂഷൻസ് തന്നെയായിരുന്നു കേട്ടോ മീഡിയയുടെ. മിലിറ്ററിക്കാരുടെ വിഷമങ്ങൾ, മിലിറ്ററിക്കാരുടെ ലിമിറ്റേഷൻസ്, മിലിറ്ററിക്കാരുടെ ആ ഒരു മോട്ടിവേഷൻ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിനെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് രാഷ്ട്രത്തിലെ എല്ലാവരുടെ അടുത്തേക്ക് ഇതെത്തിക്കാനായിട്ട് മീഡിയയുടെ കൺട്രിബ്യൂഷൻ വളരെ നല്ലതായിരുന്നു. അവരോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല.